സ്റ്റേഡിയം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. പത്തനംതിട്ട മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയാണ് ഭാര്യ മഞ്ജുഷയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊഴിയെടുത്തത്. കണ്ണൂർ പോലീസിന് നൽകിയ അതേ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിനും നൽകിയതായി കുടുംബാംഗങ്ങൾ അറിയിച്ചു. കണ്ണൂർ ടൗൺ സിഐ ശ്രീജിത്ത് കോടിയേരി ഉൾപ്പെടെ 3 അംഗ സംഘമാണ് നവീൻ ബാബുവിന്റെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി. ആത്മഹത്യയ്ക്ക് മുമ്പ് നവീൻ ബാബു എന്തൊക്കെയാണ് മഞ്ജുഷയോട് ഫോണിൽ സംസാരിച്ചതെന്നാണ് പ്രധാനമായും അന്വേഷിച്ചത്. കണ്ണൂർ പോലീസിന് നൽകിയ അതേ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിനും നൽകിയതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ വിശ്വാസമില്ലെന്നും മഞ്ജുഷ SITയോട് ആവർത്തിച്ചു. 2 മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിൽ കുടുംബം അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെയാണ് മൊഴിയെടുക്കാൻ കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം വീട്ടിലെത്തിയത്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന്റെ അടുത്ത ദിവസം അന്വേഷണ സംഘം പത്തനംതിട്ടയിലെത്തിയിരുന്നു. എന്നാൽ കുടുംബം വലിയ മനോവിഷമത്തിലായിരുന്നു എന്നത് കാരണം അന്ന് വിശദമായി മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി കെട്ടിച്ചമച്ചതാണെന്നും അതിന് തെളിവായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും മഞ്ജുഷ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.